നമസ്കാരം കൂട്ടുകാരെ, K-tet സൈക്കോളജി പാർട്ട് 13ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ബ്രൂണറുടെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ നിന്നും പിയാഷെയുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസുമായിരുന്നു നോക്കിയിരുന്നത്. സ്റ്റേജസ് സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ 4 സ്റ്റേജസിലും ഇന്ദ്രിയ ചാലകഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ് വരുന്നത് ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് മനോവ്യാപാരപൂർവ്വഘട്ടം, അത് വരുന്നത് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ മനോവ്യാപാരപൂർവ്വഘട്ടത്തിന് 2 ഉപഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതാണ് പൂർവാശയഘട്ടവും ബോധോദയഘട്ടവും. മനോവ്യാപാരപൂർവ്വഘട്ടത്തിന് 2 ഉപഘട്ടങ്ങളുണ്ട്, പൂർവാശയഘട്ടവും ബോധോദയഘട്ടവും. നെക്സ്റ്റ് 3rd സ്റ്റേജാണ് വരുന്നത് രൂപാത്മക മനോവ്യാപാരഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഈ ഘട്ടം നിലനിൽക്കുന്നത് യുക്തിചിന്തയ്ക്കുള്ള സിദ്ധി ലഭിക്കുന്നു. മൂർത്തമായ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കുട്ടിക്ക് മനോവ്യാപാരങ്ങളിൽ ഏർപ്പെടാനാവൂ. ഈ ഘട്ടത്തിലെ കുട്ടികളുടെ മനോവ്യാപാരങ്ങളാണ് പറയുന്നത്. അപ്പോൾ 7 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. യുക്തിചിന്ത കുട്ടികളിൽ വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. യുക്തിപൂർവമായിട്ട് എന്തിനേയും ചോദ്യം ചെയ്തുകൊണ്ട് കുട്ടി ചോദ്യം ചെയ്യാനുള്ള ഒരു ചിന്ത, യുക്തിപൂർവം ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സിദ്ധി കുട്ടികൾക്ക് ലഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അമൂർത്ത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കുട്ടിക്ക് മനോവ്യാപാരങ്ങളിൽ ഏർപ്പെടാൻ പറ്റൂ. ഈ ഘട്ടത്തിലെ കുട്ടികളുടെ മനോവ്യാപാരങ്ങളാണ് പറയുന്നത് ഏകോപന സിദ്ധി, പ്രത്യാവർത്തന സിദ്ധി, ബന്ധപ്പെടുത്തൽ, ഐക്യരൂപം, സംരക്ഷണം, ശ്രേണീകരണം. ഇപ്പോൾ രൂപാത്മക മനോവ്യാപാരഘട്ടത്തിൽ കുട്ടികളുടെ മനോവ്യാപാരങ്ങളാണ് ഏകോപന സിദ്ധി. 2 വ്യത്യസ്ത വർഗങ്ങളെ കൂട്ടിയിണക്കി 3ാമതൊരു വർഗത്തെ സൃഷ്ടിക്കുക, ആ ഒരു സിദ്ധിയാണ് ഏകോപന സിദ്ധി. ആൺകുട്ടികളും പെൺകുട്ടികളെയും വർഗീകരിച്ചത് 2ഉം കൂടെ ഒരു കുട്ടികളാണ്. കുട്ടികൾ എന്ന ഒരു ആശയത്തിലേക്ക് എത്താനുള്ള കുട്ടികളുടെ കഴിവാണ് ഏകോപന സിദ്ധി. നെക്സ്റ്റ് പ്രത്യാവർത്തന സിദ്ധി. ഏത് യുക്തിഭദ്രമായ മനോവ്യാപാരവും അതിൻ്റെ വിപരീത മനോവ്യാപാരം കൊണ്ട് ഇല്ലാതാകും, അതാണ് പ്രത്യാവർത്തന സിദ്ധി. നെക്സ്റ്റ് ബന്ധപ്പെടുത്തൽ. ഒന്നിലധികം വർഗത്തിലുള്ള വസ്തുക്കളെ ഏത് ക്രമത്തിലും കൂട്ടി യോജിപ്പിക്കുന്ന മനോവ്യാപാരം. പല വർഗത്തിലുമുള്ള വസ്തുക്കളെ ക്രമത്തിൽ യോജിപ്പിക്കാൻ പറ്റുക. നെക്സ്റ്റ് ഐക്യരൂപം. നിഷ്പ്രയോജനമായ ഒരു ഘട്ടത്തെ ചുറ്റിപ്പറ്റിയുള്ള മനോവ്യാപാരം. നെക്സ്റ്റ് സംരക്ഷണം. അളവു തൂക്കങ്ങളെക്കുറിച്ചുള്ള ധാരണ. ശ്രേണീകരണം. ഏതെങ്കിലും ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമാനുസൃതമായ വസ്തുക്കളെ ക്രമീകരിക്കാൻ കുട്ടിക്ക് കഴിയും. ഏതെങ്കിലും ഒരു ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമാനുഗതമായ വസ്തുക്കളെ ക്രമീകരിക്കാൻ കുട്ടിക്ക് കഴിയും, അതാണ് ശ്രേണീകരണം. നെക്സ്റ്റ് പിയാഷെയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ ലാസ്റ്റ് സ്റ്റേജാണ് ഔപചാരിക മനോവ്യാപാരഘട്ടം. 11 വയസ്സ് മുതൽ വയസ്സിന് മുകളിലുള്ള ഘട്ടമാണ്. ഈ ഘട്ടത്തിൻ്റെ സവിശേഷതയാണ് അമൂർത്ത ചിന്തനം, പരികൽപ്പനാനുമാനാത്മകത. നെക്സ്റ്റ് പ്രസ്താവനാത്മക ചിന്ത. നെക്സ്റ്റ് ഏകോപനാത്മക ചിന്ത. അമൂർത്ത ചിന്തനം, ഇൻസ്ട്രക്ഷൻ. അമൂർത്ത ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചിന്ത കുട്ടിക്ക് വഴങ്ങുന്നത് 11 വയസ്സിന് ശേഷമാണ്. നെക്സ്റ്റ് പരികൽപ്പനാനുമാനാത്മകത. ഒരു പരിഹാരവുമായി ബന്ധപ്പെട്ട അനേകം പരികൽപ്പനകളും അനുമാനങ്ങളൊക്കെ കുട്ടിക്ക് രൂപപ്പെടാൻ കഴിയാം ഈ കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് പ്രസ്താവനാത്മക ചിന്ത. വസ്തുക്കളുടെ രൂപാടിസ്ഥാനത്തിൽ മാത്രമല്ല കുട്ടിക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഒരു പ്രസ്താവനയിൽ വസ്തുക്കളുടെ രൂപസവിശേഷതകളെ ചിന്തയിൽ കേന്ദ്രീകരിക്കുവാനും ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കഴിയും.
വസ്തുക്കളുടെ രൂപാടിസ്ഥാനത്തിൽ മാത്രമല്ല കുട്ടിക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഒരു പ്രസ്താവനയിൽ വസ്തുക്കളുടെ രൂപസവിശേഷതകളെ ചിന്തിക്കാനും ആ ചിന്തയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കഴിയും. നെക്സ്റ്റ്, ഏകോപനാത്മക ചിന്ത. പ്രശ്നപരിഹരണത്തിനായി ഘടകങ്ങളെ വർഗീകരിക്കാൻ കഴിയും. നെക്സ്റ്റ്, പിയാഷെയുടെ ജീവശാസ്ത്ര പദാവലിയിൽ നിന്നും സ്വീകരിച്ച സംജ്ഞകളാണ് സ്വാംശീകരണവും സംസ്ഥാപനവും. സ്വാംശീകരണവും സംസ്ഥാപനവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ്, പ്രധാന കൃതികളാണ് പിയാഷെയുടെ ദ മോറൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ്, ന്യൂ മെത്തേഡ്, സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ, ദ ചൈൽഡ്സ് കോൺസെപ്ഷൻ ഓഫ് നമ്പേഴ്സ്, ദി ഒറിജിൻ ഇൻ്റലിജൻസ് ഇൻ ചിൽഡ്രൻ, the child's construction of reality, the growth of logical thought, science of education and the psychology of the child. To understand is to invent, sociological studies. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. നെക്സ്റ്റ്, ഓസുബലിൻ്റെയാണ് പറയുന്നത്. അക്കാദമീയമായ പാഠ്യവസ്തുക്കളുടെ നിപുണ പഠനം ക്ലാസ് ബോധനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമാണെന്ന് ഊന്നി പറഞ്ഞ മനഃശാസ്ത്രജ്ഞനാണ് ഓസുബൽ. അക്കാദമീയമായ പാഠ്യവസ്തുക്കളുടെ നിപുണ പഠനം ക്ലാസ് ബോധനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമാണെന്ന് ഊന്നിപ്പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ഓസുബൽ. ഓസുബൽ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്, അർത്ഥപൂർണമായ ഭാഷാപര പഠനം. ഓസുബൽ ആവിഷ്കരിച്ചത് അർത്ഥപൂർണമായ ഭാഷാപര പഠനം. അധ്യാപകന് പരമാവധി വിവരങ്ങൾ അർത്ഥബോധത്തോടെ നൽകാൻ കഴിയുന്ന വിദ്യാഭ്യാസമാണ് ഏറ്റവും കാര്യക്ഷമമെന്ന് അഭിപ്രായപ്പെട്ടത് ഓസുബൽ. അധ്യാപകന് പരമാവധി വിവരങ്ങൾ അർത്ഥബോധത്തോടെ നൽകാൻ കഴിയുന്ന വിദ്യാഭ്യാസമാണ് ഏറ്റവും കാര്യക്ഷമമെന്ന് അഭിപ്രായപ്പെട്ടത് ഓസുബൽ. വൈജ്ഞാനിക ഘടന സംവിധാനം ചെയ്യാനും പ്രബലമാക്കാനും പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും പ്രാഥമികമായ മാർഗം അഡ്വാൻസ് ഓർഗനൈസർ. വൈജ്ഞാനിക ഘടന സംവിധാനം ചെയ്യാനും പ്രബലമാക്കാനും പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും പ്രാഥമികമായ മാർഗം അഡ്വാൻസ് ഓർഗനൈസർ. 4 വശമുള്ള ചിത്രങ്ങൾ എന്ന ആശയവും അതുമായി ബന്ധപ്പെട്ട പരിചിതങ്ങളായ ഉപാശയങ്ങളും പ്രത്യേക ഇനം ചതുർഭുജങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് ഫലപ്രദമായ രീതി എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ. 4 വശമുള്ള ചിത്രങ്ങൾ എന്ന ആശയവും അതുമായി ബന്ധപ്പെട്ട പരിചിതങ്ങളായ ഉപാശയങ്ങളും പ്രത്യേക ഇനം ചതുർഭുജങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് ഫലപ്രദമായ രീതി എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ. അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ സാദൃശ്യമായ മറ്റാശയങ്ങളുടെ രൂപത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്ന രീതി കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ. അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾക്ക് സാദൃശ്യമായ മറ്റാശയങ്ങളുടെ രൂപത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്ന രീതിയാണ് കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ. അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ധർമ്മമാണ് സബ്സ്യൂമർ. അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ധർമ്മമാണ് സബ്സ്യൂമർ. പ്രത്യേക ഇനങ്ങൾ ശരിയായ മുറയ്ക്ക് ഒന്നൊന്നായി അവതരിപ്പിക്കുന്ന ക്രമീകരണ പ്രക്രിയയ്ക്ക് പറയുന്നത് ക്രമീകൃത വ്യവച്ഛേദനം. പ്രത്യേക ഇനങ്ങൾ ശരിയായ മുറയ്ക്ക് ഒന്നൊന്നായി അവതരിപ്പിക്കുന്ന ക്രമീകരണ പ്രക്രിയയ്ക്ക് പറയുന്നതാണ് ക്രമീകൃത വ്യവച്ഛേദനം. നെക്സ്റ്റ്, വൈജ്ഞാനിക ഘടനയെ ഒരു സംയോജിത ഏകകമായി മാറ്റാൻ കഴിയുമാറ് പുതിയ ഇനങ്ങളെ നേരത്തെ പഠിച്ച ഇനങ്ങളുമായി ബോധപൂർവം ബന്ധപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഉദ്ഗ്രഥിത സമായോജനം. വൈജ്ഞാനിക ഘടനയെ ഒരു സംയോജിത ഏകകമായി മാറ്റാൻ കഴിയുമാറ് പുതിയ ഇനങ്ങളെ നേരത്തെ പഠിച്ച ഇനങ്ങളുമായി ബോധപൂർവം ബന്ധപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഉദ്ഗ്രഥിത സമായോജനം. നെക്സ്റ്റ്, ഓസുബലിൻ്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് സ്വീകരണ പഠനം അല്ലെങ്കിൽ അർത്ഥപൂർണമായ ഭാഷാപര പഠനം. അർത്ഥപൂർണമായ ഭാഷാപര പഠനം എങ്ങനെ നിർവഹിക്കണമെന്ന് വിശദമാക്കാൻ വേണ്ടി ഓസുബൽ രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന ധാരയാണ് അഡ്വാൻസ് ഓർഗനൈസർ. അർത്ഥപൂർണമായ ഭാഷാപര പഠനം എങ്ങനെ നിർവഹിക്കണം എന്ന് വിശദമാക്കാൻ വേണ്ടി ഓസുബൽ
കൽപ്പന ചെയ്ത അടിസ്ഥാന ധാരയാണ് അഡ്വാൻസ് ഓർഗനൈസർ. നെക്സ്റ്റ്, വ്യക്തികൾ പുതിയ വിവരങ്ങളെ കോഡുകളായി സംഘടിപ്പിച്ചാണ് പഠിക്കുന്നതെന്ന് കരുതുന്ന മനഃശാസ്ത്രജ്ഞൻ ഓസുബൽ. കോഡിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലുള്ള പൊതുവായ ആശയത്തിന് ഓസുബൽ നൽകുന്ന പേരാണ് സബ്സ്യൂമർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.